CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തോടുകൂടി ഒരു കാര്യം വളരെ വ്യക്തമായി വരികയാണ്. പിണറായി വിജയന്റെ കുത്തക തകർക്കുക എന്നുള്ള ലക്ഷ്യം നേതാക്കന്മാർ വച്ചു പുലർത്തുകയാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിയല്ല പാർട്ടിയാണ് പ്രധാനം എന്നിരിക്കെ ആ കീഴ്വഴക്കം ലംഘിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ പാർട്ടിക്ക് അപകടമാണെന്ന് പാർട്ടിയിലെ വലിയൊരു വിഭാഗം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുതന്നെയാണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞതും. സംസ്ഥാനത്ത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നെയും ഇടതുമുന്നണിയെയും ആരു നയിക്കുമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ ഇന്നും കൂടി വ്യക്തമാക്കിയത്. ഇവിടെ അങ്ങനെ ആരും പാർട്ടിയെ നിയന്ത്രിക്കാൻ ആയിട്ടില്ല എന്നൊരു സൂചനയും മുന്നറിയിപ്പുമാണ് ഗോവിന്ദൻ ഇതുവഴി ചാനലുകൾക്ക് നൽകിയത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: മൂന്നാം LDF ഭരണം ഉറപ്പായും വരും. അതുകൊണ്ട് പിണറായി വിജയൻ തന്നെ CPM-നെ അടുത്ത തെരഞ്ഞെടുപ്പിലും നയിക്കണമെന്ന് ആരും തീരുമാനിച്ചിട്ടില്ല. പിണറായി വിജയൻ മത്സരിക്കണമോ എന്ന് പോലും ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. അക്കാര്യം സമയമാകുമ്പോൾ ചർച്ച ചെയ്യുമെന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നുമാണ് ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. ആർക്കും ഇളവ് നൽകാത്ത തരത്തിൽ പ്രായപരിധി നിർബന്ധന കർശനമായി നടപ്പാക്കുമെന്നും പാർട്ടി സെക്രട്ടറി കടുപ്പിച്ചു പറയുകയാണ്. ഇളവുണ്ടെങ്കിൽ എല്ലാവർക്കും, അല്ലെങ്കിൽ ആർക്കും ഇളവില്ല. AK ബാലനും PK ശ്രീമതിക്കും ഇളവുണ്ടാകില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ സെക്രട്ടറി പിണറായി വിജയനെ മാത്രം സംരക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് നൽകുന്നത്. ഒരു സംശയവും വേണ്ട, 75 വയസ്സ് പൂർത്തിയായവരെ മാറ്റുക തന്നെ ചെയ്യും. കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന് പാർട്ടി ഒരു തവണ ഇളവ് അനുവദിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കാര്യം PB ആണ് തീരുമാനിക്കുക, അത് വീണ്ടും ഒരു തവണ നൽകില്ല എന്നുള്ളൊരു സൂചന കൂടിയാണ് ഗോവിന്ദൻ നൽകിയിരിക്കുന്നത്. താൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി തുടരണമോ എന്ന കാര്യം വരെ സംസ്ഥാന സമ്മേളനമാണ് തീരുമാനിക്കുക. തനിക്കതിൽ റോളില്ലെന്നും പാർട്ടിയുടെ തീരുമാനമാണെന്നും ഗോവിന്ദൻ പറയുമ്പോൾ ഇനി ആരും ഇളവ് പ്രതീക്ഷിച്ച് കാത്തു നിൽക്കണ്ട എന്ന മുന്നറിയിപ്പാണ് സംസ്ഥാന സെക്രട്ടറി നൽകിയത്. അതുപോലെ തന്നെ പിണറായിയുടെ നീക്കങ്ങൾക്ക് ഗോവിന്ദൻ മറ്റൊരു അള്ളു വച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിനെ LDF-ന് ആവശ്യമേ ഇല്ല എന്നാണ് ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. മുസ്ലിം ലീഗിനെ സ്വാഗതം ചെയ്തിട്ടില്ല ഇടതുമുന്നണി, CPM-ഉം സ്വാഗതം ചെയ്തിട്ടില്ല. അവരെ ഇപ്പോൾ മുന്നണിയിലേക്ക് എടുക്കുകയുമില്ല. ഇപ്പോഴവർ മറ്റൊരു മുന്നണിയിലാണ്. ആ മുന്നണി വിട്ട് സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുമ്പോൾ മാത്രം അക്കാര്യം ചർച്ച ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, മുസ്ലിം ലീഗിൽ കണ്ണും വച്ചിരിക്കുകയും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ നല്ല ബന്ധം പുലർത്തുകയും ഒക്കെ ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് വെച്ചിരിക്കുന്ന ഗോവിന്ദൻ പാരയാണ് ഇത്. മാത്രമല്ല, 75 വയസ്സുവരെ മാത്രമേ മത്സരിക്കാനും മുഖ്യമന്ത്രിയോ മന്ത്രിയോ ആകാൻ കഴിയൂ എന്നുള്ളത് പാർട്ടിയുടെ ഏക നിയമമാക്കാനും അത് നടപ്പിലാക്കുക വഴി പിണറായിയെ മൂലക്കിരുത്തുകയും ചെയ്യാമെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം CPM-ൽ രൂപപ്പെട്ടു കഴിഞ്ഞു. പരസ്യമായി പറയാൻ കഴിയാത്തത് കൊണ്ട് സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഗുരുദാസനെയും G സുധാകരനെയും ഒക്കെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുകയാണ്. ഏതായാലും പിണറായി വിജയന്റെ CPM-ലെ യുഗം ഏതാണ്ട് അവസാനിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവസാനിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് നൽകുന്നത്. പിണറായി വിജയനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരുമകൻ റിയാസിനു വേണ്ടി ഏറെ വാദിക്കുന്ന ഒരു സമ്മേളനവും, ഇത് കഴിഞ്ഞാൽ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിലും റിയാസിനെ മുകളിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയും മറ്റുള്ള നേതാക്കന്മാർ തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ റിയാസിന് മുന്നേ നല്ല രീതിയിൽ ഈ DYFI-ലും അതുപോലെ SFI-ലും ഒക്കെ വളർന്നു വന്ന് ഇപ്പോൾ വളർന്നു പന്തലിച്ചു നിൽക്കുന്ന KN ബാലഗോപാലൻ, MB രാജേഷ്, അതുപോലെ P രാജീവ് തുടങ്ങിയ അങ്ങനെ രണ്ടാം നിര നേതാക്കന്മാരെ ഉൾപ്പെടുത്താതെ റിയാസിനെ മുന്നിലോട്ട് കൊണ്ടുവരാൻ പിണറായി വിജയൻ അവസരം നൽകില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിന്റെ പിൻബലത്തിൽ കൂടിയാണ് മറ്റുള്ള നേതാക്കന്മാർ ഒന്നിക്കുന്ന തരത്തിലേക്ക് സംസ്ഥാന സമ്മേളനത്തിലെ കാര്യങ്ങൾ നീങ്ങുന്നത്.